ക്രിസ്തുവിലും പരിശുദ്ധ വല്ലാർപാടത്തമ്മയിലും ഏറ്റവും സ്നേഹബഹുമാനമുള്ള അഭിവന്യ ആൻ്റണി വാലുങ്കൽ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർമാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനികളെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വർഷം 1920 മെയ് 18 ക്രാക്കോവ് നഗരത്തിൽ നിന്ന് ഏകദേശം 30 മൈൽ അകലെയുള്ള ഒരു പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ദേവാലയത്തിൽ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി മണിമുഴങ്ങിയിരിക്കുന്നു. ദേവാലയത്തിനടുത്ത് തന്നെ ഉള്ള ഒരു ഭവനത്തിൽ ഗർഭിണിയായ എമിലിയ തൻ്റെ 2ാമത്തെ പ്രസവത്തിനായി ഒരുങ്ങുന്നു. പള്ളിയിൽ പ്രാർത്ഥന മുഴങ്ങിക്കേൾക്കുമ്പോൾ എമിലിയ തൻ്റെ കൂടെയുള്ള പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന വൈറ്റാട്ടിയോട് പറയുന്നു, ജനാലകൾ തുറന്നിടൂ, പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം കേട്ട് എൻ്റെ കുഞ്ഞ് ജനിക്കട്ടെ. വൈറ്റാട്ടി ജനാലകൾ തുറന്നിട്ടു. പള്ളിയിൽ നിന്നും പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം ഉയർന്നു കേട്ടു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ അങ്ങനെ അവൾ പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം കേട്ട് തൻ്റെ 2ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. അവന് അവർ ലോലക്കെന്ന് സ്നേഹപൂർവം വിളിച്ചു. തൻ്റെ 8ാമത്തെ വയസ്സിൽ ലോലക്ക് കളിച്ചു നടക്കുന്ന പ്രായത്തിൽ എമിലിയായ്ക്ക് കഠിനമായ രോഗം പിടിപെട്ടു. ആ രോഗത്തിനൊടുവിൽ അത് മരണത്തിൽ അവസാനിച്ചു. തൻ്റെ അപ്പൻ 2 മക്കളെയും ചേർത്ത് പിടിച്ച് കുഞ്ഞി ലോലക്കിനെയും എഡ്മണ്ടിനെയും ചേർത്ത് പിടിച്ച് പള്ളിയിലുള്ള പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്ന് മക്കളോട് പറഞ്ഞു, എമിലിയ നിങ്ങളെ വിട്ടുപിരിഞ്ഞു എങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരമ്മയുണ്ട്, അത് പരിശുദ്ധ മറിയമാണ്. കുഞ്ഞി ലോലക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കി കരുണാർദ്രമായ സ്നേഹമുള്ള ഒരമ്മ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. അപ്പോൾ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അന്നു മുതൽ ലോലക്ക് സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരം പിടിച്ച് ജീവിതത്തിൽ നടക്കാൻ തുടങ്ങി. എല്ലാവരും അവനെ വിട്ടുപിരിഞ്ഞപ്പോൾ, എഡ്മണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായപ്പോൾ, അപ്പൻ സ്വർഗത്തിലേക്ക് യാത്രയായപ്പോഴും അവൻ സ്വർഗീയ അമ്മയുടെ കരം പിടിച്ച് ജീവിച്ചു. തൻ്റെ ജീവിതത്തിൽ വൈദികനാകാനുള്ള വിളിയുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ സെമിനാരിയിൽ ചേർന്നു. പരിശുദ്ധ മറിയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവൻ മെത്രാനായി, ആർച്ച് ബിഷപ്പായി, കാർഡിനലായി, സഭയുടെ പാപ്പയായി വിരാജിക്കുമ്പോഴും അവൻ തൻ്റെ അമ്മയെ മറന്നില്ല. ഓ മരിയ തോത്തൂസ് തൂസ് എന്ന യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിലെ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞ ആപ്തവാക്യം അവൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി മാറി. മരണം വരെയും അവൻ വിശ്വസ്തനായി, പരിശുദ്ധ അമ്മയുടെ മകനായി, വിശുദ്ധനായി ഇന്ന് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ജോൺ പോൾ പാപ്പയായി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തീർത്ഥാടന യാത്ര നടത്തുമ്പോൾ ഇത് എറണാകുളത്ത് നിന്നും വല്ലാർപാടം പള്ളിയിലേക്കുള്ള തീർത്ഥാടന യാത്രയാകരുത്. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്കുള്ള ഒരു ഹൃദയ യാത്രയായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർത്ഥാടനം എപ്പോഴും ഒരു യാത്രയാണല്ലോ. ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ തീർത്ഥാടന യാത്ര അല്ലെങ്കിൽ ഒരു യാത്ര എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് നടക്കുന്ന യാത്രയാണല്ലോ. ആ യാത്രയ്ക്ക് മധ്യേ വെച്ച് ദൈവം സീനായി മലയിൽ നിന്നും മോശയുടെ കരങ്ങളിൽ ദൈവീക നിയമങ്ങൾ നൽകുന്നു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 25-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം മുതൽ നാം വായിക്കുമ്പോൾ വാഗ്ദാന പേടകം നിർമ്മിക്കാൻ മോശയോട് ദൈവം കൽപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ എന്തിനു വേണ്ടിയാണ് വാഗ്ദാന പേടകം നിർമ്മിക്കുന്നത് എന്ന് മോശയോട് ദൈവം പറയുന്നുണ്ട്. ഞാൻ നിനക്ക് നൽകിയ കൽഫലകകളിലെ നിയമങ്ങൾ
നീ അതിൽ സൂക്ഷിക്കണം എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ മറിയമാണ് പുതിയ നിയമത്തിലെ ആ വാഗ്ദാന പേടകം എന്ന്. പഴയ നിയമത്തിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണാം, ജോർദാൻ നദി കടക്കുമ്പോൾ ജോഷുവ ജനങ്ങളോട് പറയുന്നു, വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ മുന്നേ നടക്കട്ടെ, 2000 അടി പുറകെ ജനം നടക്കട്ടെ. വാഗ്ദാന പേടകവുമായി പുരോഹിതന്മാർ ജോർദാൻ നദിയിൽ കാലുകുത്തുമ്പോൾ ആ ജോർദാൻ നദി 2ആയി മാറും. അത് മതിൽ പോലെ നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയൊരുക്കുവാൻ ദൈവം നമുക്ക് വാഗ്ദാന പേടകം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ പോകുന്നു, അത്ഭുതം സംഭവിക്കുന്നു, അവർ ആ വഴി കടന്നു പോകുന്നു. 6-ാം അധ്യായത്തിൽ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജെറീക്കോ വൻമതിലിന് മുന്നിലെത്തുന്നു. അവിടെയും വാഗ്ദാന പേടകം അവർ മുന്നേ നടത്തുന്നു. ജെറീക്കോ മതിലും അവർ തകർത്ത് മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ ഒരു യാത്ര അത്ര സുഖകരമായ യാത്രയല്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ മഴയുണ്ടായി, കാറ്റുണ്ടായി, വലിയ പ്രതിസന്ധികളുണ്ടായി, പലരും ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോയി. എങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്ര ഇതുപോലെ തന്നെയാണ്. സഭയുടെ യാത്രയും അതുപോലെ തന്നെയായിരുന്നു. ആദിമ നൂറ്റാണ്ട് മുതൽ ഇന്നോളം വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് കത്തോലിക്ക സഭ, ക്രിസ്തീയ സഭ ലോകത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സഭാപിതാക്കന്മാർ പരിശുദ്ധ മറിയത്തെ വാഗ്ദാന പേടകമെന്നാണല്ലോ വിളിച്ചത്. 1571 ലെപ്പാൻഡോ വാർ നടക്കുന്ന സമയത്ത് തുർക്കികളുടെ സൈന്യം, ഒട്ടോമൻ സാമ്രാജ്യം, അവർ റോമിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അന്നത്തെ പാപ്പ 5-ാം പിയൂസ് പാപ്പ എല്ലാ ജനങ്ങളോടുമായി പറഞ്ഞു, പരിശുദ്ധ മറിയമാണ് നമ്മുടെ വാഗ്ദാന പേടകം, അവളാണ് ഈ യുദ്ധം നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ജപമാലകൾ ചൊല്ലി ആരാധനയുടെ മുന്നിലിരുന്ന് ഓരോ വൈദികനും ഓരോ സന്യാസിനിയും ഓരോ ജനവും പ്രാർത്ഥിക്കട്ടെ. അവൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും, പരിശുദ്ധ മറിയമാണ് ആ യുദ്ധം സഭയ്ക്ക് വേണ്ടി പോരാടി ജയിപ്പിക്കുന്നത്. പിന്നീട് 1683 വിയന്നയിൽ വീണ്ടും തുർക്കികളുടെ ആക്രമണം ഉണ്ടാകുന്നു. പരിശുദ്ധ മറിയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവൾ വീണ്ടും നമ്മെ രക്ഷിക്കുന്നു. വീണ്ടും 1808 നെപ്പോളിയൻ ബോണോപ്പാർട്ട് സഭയെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു. വീണ്ടും പരിശുദ്ധ മറിയത്തെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും പരിശുദ്ധ മറിയം വാഗ്ദാന പേടകമായി നമുക്ക് മുന്നേ നടന്നുകൊണ്ട് അവൾ നമ്മെ വിജയിപ്പിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ ജോഷയോട് ദൈവം പറയുന്നുണ്ട്, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നും കാനാന്യർ, ഹിത്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നീ ജനതകളെ നിങ്ങളുടെ ഇടയിൽ നിന്നും ചിതറിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം സഭയുടെ ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിച്ചത് പരിശുദ്ധ മറിയം എന്ന വാഗ്ദാന പേടകമാണ്. നമ്മൾ പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ അവളുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളാണ് കത്തോലിക്ക സഭയെ പല സമയങ്ങളിലും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. 12-13 നൂറ്റാണ്ടുകളിൽ ആൽബിജൻസിയൻ എന്ന പാഷണ്ഡത വിശ്വാസ ക്ഷതമുണ്ടാക്കിയപ്പോൾ ആ സമയത്ത് പരിശുദ്ധ മറിയത്തോട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഡൊമിനിക് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നു. അതോടൊപ്പം പരിശുദ്ധ മറിയം ആ പാഷണ്ഡതയെ തോൽപ്പിക്കുവാനായി നമ്മെ സഹായിക്കുന്നു. വീണ്ടും 17-18 നൂറ്റാണ്ടുകളിൽ ജാൻസണിസം പോലുള്ള പാഷണ്ഡത സഭയിൽ നടമാടുമ്പോൾ പരിശുദ്ധ മറിയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടും അന്നത്തെ വിശുദ്ധരും നമ്മോട് പറയുന്നു. അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധ മറിയം അതെയൊക്കെ നശിപ്പിക്കുന്നു, അതെയൊക്കെ തോൽപ്പിക്കാനായി കൃപ നമുക്ക് നൽകുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ജീവിതവും വിഭിന്നമല്ല. നമ്മുടെ ജീവിതത്തിലും തുർക്കികളുടെ ആക്രമണം ഇപ്പോഴും ഉണ്ട്. പല രീതികളിലും നമ്മുടെ വിശ്വാസത്തെ നേരിട്ട് ആക്രമിക്കുന്നില്ല എങ്കിലും പരോക്ഷമായും പല വിധത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഈ തെറ്റായ വിശ്വാസങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന ഇസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിടയിൽ വലിയ മലിനമായ ജോർദാൻ നദിയുടെ തെറ്റായ ബോധ്യങ്ങൾ ഉണ്ട്. വിശ്വാസത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന
തെറ്റായ മോഡേണിസത്തിൻ്റെ, യുക്തിവാദത്തിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ ഒക്കെ മലിനജലം നമ്മൾ ചവിട്ടേണ്ടതായിട്ട് വരുന്നു. നമ്മെ വിജയിപ്പിച്ച പരിശുദ്ധ മറിയം, അവൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ ഒരു യാത്ര, നമ്മുടെ ഈ ഹൃദയയാത്ര പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ മടിത്തട്ടിലേക്കാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് ഒരു കാൽനടയായുള്ള യാത്രയല്ല, നമ്മുടെ ഈ ഭൂമി ജീവിതത്തിൽ നിന്നും കാനാൻ ദേശമായ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രയാണ്. അവിടെ നമ്മുടെ കൂടെ വാഗ്ദാന പേടകം നമ്മുടെ മുന്നേ പോയേ തീരൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം വായിച്ചാൽ, ദാവീദ് വാഗ്ദാന പേടകം സ്വന്തം നഗരത്തിലേക്ക് കൊണ്ടുവരാൻ ഭയപ്പെട്ടു. അവൻ ഓബദ് ഏദോം എന്ന് പറയുന്ന ഒരു ഹിത്യനായ മനുഷ്യൻ്റെ വീട്ടിൽ അത് സ്ഥാപിച്ചു. ഓബദ് ഏദോമിനെ ദൈവം അനുഗ്രഹിച്ചു. 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 3 മാസത്തോളം വാഗ്ദാന പേടകം അവൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. വാഗ്ദാന പേടകത്തെ ചൊല്ലി ദൈവം അവനെ അനുഗ്രഹിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ മറിയമാകുന്ന വാഗ്ദാന പേടകം നാം കൊണ്ടുവരുമ്പോൾ സഭയുടെ ചരിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ വിശ്വാസത്യാഗങ്ങൾ, നമ്മുടെ തെറ്റായ ബോധ്യങ്ങൾ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഉറപ്പായും ദൈവം എടുത്തു മാറ്റും എന്ന് ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു യാത്ര നമ്മുടെ കുടുംബങ്ങളിലേക്ക് വാഗ്ദാന പേടകം സ്ഥാപിക്കാനുള്ള യാത്രയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുകയും നിരീശ്വരവാദം പഠിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. എൻ്റെ അപ്പനും വലിയ വിശ്വാസിയോ, പ്രാർത്ഥിക്കുന്നവനോ, പള്ളിയിൽ പോകുന്ന ആളോ, കുമ്പസാരിക്കുന്ന ആളോ, കുർബാന സ്വീകരിക്കുന്ന മനുഷ്യനോ ആയിരുന്നില്ല. എൻ്റെ ജീവിതത്തിലുടനീളം എൻ്റെ അപ്പൻ പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടത്തിൽ അപ്പന് ക്യാൻസർ രോഗബാധ ഉണ്ടായി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഡോക്ടർ സ്ഥിരീകരിച്ചു, അപ്പന് ക്യാൻസറിൻ്റെ തുടക്കം വീണ്ടും അദ്ദേഹത്തിൻ്റെ കരളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഒരു ഓപ്പറേഷന് വിധേയമാക്കുക സാധ്യമല്ല. അങ്ങനെ വിശ്വാസത്തിൽ യാതൊരുവിധ അഭിവൃദ്ധിയുമില്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്, എന്നും വീട്ടിൽ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ 10 മണി പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കും. വർഷത്തിൽ ഒരിക്കൽ വേളാങ്കണ്ണി പോയി ആ പള്ളിയിൽ പോയിരിക്കും. പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ചേച്ചി അപ്പൻ്റെ കഴുത്തിൽ ഒരു കർമ്മല മാതാവിൻ്റെ ഉത്തരീയം കൊണ്ട് ഇട്ടു. എന്തിനാണ് ഇതിടുന്നത് എന്ന് അപ്പൻ ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത് നല്ലതാണ്, മാതാവ് നമ്മളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് അലിവുണ്ടായി. ഈശോയെ സ്വീകരിക്കണമെന്നും കുമ്പസാരിക്കണമെന്നും ഒക്കെ ഞാൻ അപ്പനോട് ചെന്ന് പറഞ്ഞു. അപ്പൻ അത് സ്വീകരിച്ചു. അങ്ങനെ ഒരു ദിവസം കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. 3-ാം ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ മറിയം ചെയ്ത ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരിക്കലും വിശ്വാസം ഉള്ളിൽ ഇല്ലാത്ത ഒരു മനുഷ്യനെ പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം ധരിക്കുമ്പോൾ അവൾ ആ വസ്ത്രത്തിലൂടെ, കുഞ്ഞാടിൻ്റെ വസ്ത്രത്തിലൂടെ, ആ കുഞ്ഞാടിൻ്റെ അനുതാപത്തിൻ്റെ കൃപ അപ്പൻ്റെ ഹൃദയത്തിൽ നൽകുകയും ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ, ആത്മാവിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന നല്ല അമ്മയായി അവൾ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അമ്മ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ആ അമ്മയുടെ മടിത്തട്ടിലേക്ക് വന്നു ചേരാൻ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നുണ്ട്. നാം ഇതിൽ ബോധവാന്മാരാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ഒരു യാത്ര നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിക്കാനുള്ള ഒരു യാത്രയാക്കി, നമ്മുടെ ഹൃദയയാത്രയാക്കി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദപീഠങ്ങളിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. സൂര്യൻ ഈ വചനത്തിൽ ജീവൻ്റെ പ്രതീകമാണ്. ചന്ദ്രൻ മരണത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. മരണത്തിൻ്റെ മുകളിൽ കാൽ ചവിട്ടി നിന്ന് സൂര്യൻ്റെ ഉടയാട ഉള്ള നിത്യജീവൻ്റെ ഉടയാടയാക്കി സ്വീകരിച്ച പരിശുദ്ധ മറിയം, അവൾ എപ്പോഴും നിത്യജീവനിലേക്ക് തന്നെ ആശ്രയിക്കുന്ന മനുഷ്യരെ നിത്യജീവനിലേക്ക് ഉറപ്പായും നടത്തും എന്നുള്ളത് എൻ്റെ ജീവിത പാഠം എന്നെ പഠിപ്പിച്ചതാണ്. അവളുടെ കയ്യിൽ നിത്യജീവൻ്റെ വചസ്സുകൾ പുറപ്പെടുവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അവളുടെ കയ്യിലുണ്ട്. അവൾ മരണത്തിൻ്റെ മുകളിലാണ് കാൽ ചവിട്ടി വെച്ചിരിക്കുന്നത്. അവൾ ഉറപ്പായും നമ്മെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ വിശ്വാസത്തിലേക്ക് നമ്മുടെ ഹൃദയം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ മറിയമാണ് നമ്മെ നടത്തുന്ന അമ്മ. ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെ പടിവാതിൽക്കൽ അവൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്നു. അവൾ നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല അമ്മയാണ് എന്നാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ അടുക്കലേക്കായിരിക്കട്ടെ നമ്മുടെ യാത്ര. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ അമ്മയോടുള്ള ആശ്രയത്വം, ഈ വാഗ്ദാന പേടകത്തോടുള്ള നമ്മുടെ വിധേയത്വം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല പ്രാർത്ഥിക്കുമ്പോൾ, ഉത്തരീയമണിഞ്ഞ് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നെ നിത്യജീവനിലേക്ക് എത്തിക്കും എന്ന ഉറപ്പായ ബോധ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കട്ടെ. ജോൺ പോൾ പാപ്പ വെടിയേറ്റ് ആശുപത്രിയിലായിരിക്കുമ്പോൾ അദ്ദേഹം ഡോക്ടർമാരോട് വളരെ ചെറിയ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നിന്ന് ഉത്തരീയം നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. ഏത് ഓപ്പറേഷന് വിധേയമായാലും എൻ്റെ കഴുത്തിൽ നിന്ന് നിങ്ങൾ ഉത്തരീയം മാറ്റരുത്. കാരണം തൻ്റെ ജീവിതത്തിൽ 8-ാമത്തെ വയസ്സിൽ കൈപിടിച്ച് നടന്ന അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏത് പ്രതിസന്ധികളിലും ആ ഉത്തരീയത്തിലൂടെ, പ്രാർത്ഥിക്കുന്ന ജപമാലകളിലൂടെ പരിശുദ്ധ മറിയം എന്നെ അവരുടെ കയ്യിൽ സംരക്ഷിക്കും എന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഈ യാത്രയും നമ്മെ അത്തരമൊരു ബോധ്യത്തിലേക്ക് നയിക്കട്ടെ എന്നാശംസിക്കുകയാണ്. പരിശുദ്ധ വല്ലാർ പാടത്തമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.